ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ളൊരു മെറ്റീരിയലിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ വരുന്നത്. ഒരു ലീഫ് ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. ഇതൊരു ഒരു സൈഡിൽ ചെയ്യുന്നതാണ്. നമുക്ക് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിനിപ്പോൾ കുറച്ച് ഒരു 3 or 4 ഷെയ്ഡ്സാണ് ഈ ഒരു വർക്കിന് കളേഴ്സ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ കാണിക്കാം. നമുക്കൊരു ഓറഞ്ച്, വയലറ്റ്, ഗ്രീൻ ഷെയ്ഡ്സിലൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ ഞാൻ ക്ലോത്തിൽ വരച്ചിട്ടുണ്ട്. നമുക്കിത് കാർബൺ പേപ്പർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ടോ വരയ്ക്കാവുന്നതാണ്. ഈസി ആയിട്ടൊരു ഡിസൈനാണ്. ഒരു ലീഫ് ഷേപ്പ്, എന്നിട്ട് അതിൽ ഒരു 2, 3 ലൈൻസും കൂടി അതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കിൽ ചെയ്യുമ്പോഴായിരിക്കും ഇത് ഭംഗി ഉണ്ടായിരിക്കുക. കുറച്ച് എടുത്ത് കാണാം, അതുകൊണ്ട് 6 സ്ട്രാൻഡ്സിൽ ചെയ്താൽ മതി. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ വർക്കാണിത്. അപ്പോൾ 6 സ്ട്രാൻഡ്സിൽ ഇതുപോലെ നമ്മൾ ഈ വരച്ചിട്ടുള്ള എല്ലാ പോർഷനിലും ഇതുപോലെ ചെയ്യണം. ഒട്ടും ഗ്യാപ്പ് വരാതെ ചെയ്താൽ മതി. ബാക്ക് സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഔട്ട്ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ചെയ്താൽ മതി.
നമ്മുടെ ഫൈനൽ ഡിസൈൻ വർക്ക് വരുന്നത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കളേഴ്സും വെച്ചിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വൈറ്റ് കളറാകുമ്പോൾ ഏത് കളേഴ്സും ഇതിന് മാച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ്സൊക്കെ ആണെങ്കിൽ ഒരു റെഡ് കളറൊക്കെ വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും.